നമസ്കാരം. നാമ്പെടുക്കുന്ന പ്രണയത്തിൻ്റെ 52-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. പുതിയ വീടിൻ്റെ പാല് കാച്ചലിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും തിരക്കിലാണെങ്കിലും ചില മനോഹരമായ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന നിമിഷങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. സിൽവിയും സുലുവും ആദ്യമായി കണ്ടുമുട്ടുന്നതിൻ്റെ സന്തോഷം, ജിമ്മിയുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നിറയ്ക്കുന്ന തീരുമാനങ്ങൾ, സ്നേഹവും കുടുംബ ബന്ധങ്ങളും ഇഴചേർന്ന ഈ അധ്യായം നമുക്ക് ഒരുമിച്ച് കേൾക്കാം. മെയ് മാസം 12-ാം തീയതി ശനിയാഴ്ച, അതായത് ജിമ്മിയുടെ വീടിൻ്റെ പാല് കാച്ചലിൻ്റെ തലേന്ന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ സമാധാനത്തിലായിരുന്നു ജിമ്മി. വീട്ടിലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. അങ്ങോട്ട് മാറ്റാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. വിചാരിക്കും പോലെ എളുപ്പമുള്ള ഒരു പണിയല്ല അതെന്ന് അനുഭവസ്ഥർക്ക് മാത്രം നന്നായി അറിയാം. പുതിയ വീട്ടിലെത്തിക്കുന്ന എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി കൃത്യമായ സ്ഥലങ്ങളിൽ വയ്ക്കാനും മറ്റ് സഹായങ്ങൾക്കും ഒക്കെയായി അന്ന് 2 പേരെ പണിക്ക് കൂട്ടിയിരുന്നു. മിടുക്കന്മാരായ അവർ ഭംഗിയായി ജോലി ചെയ്തു. പാക്ക് ചെയ്ത എല്ലാ സാധനങ്ങളും ക്രമമായി സൗകര്യത്തിന് പാകത്തിൽ അടുക്കി വെച്ചു. അതിനുള്ള പ്രത്യേകമായ മിടുക്കും ചുണയും ഉള്ളവരായിരുന്നു പണിക്ക് വന്നവർ. അന്ന് രാവിലെ സുലു നെല്ലിമറ്റത്തു നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അവളുടെ ജിമ്മി പാപ്പനെ വിളിച്ച് പറഞ്ഞു, ഉച്ചയാകുമ്പോഴേക്കും അവൾ പുല്ലരിയിൽ വരും. അവൾക്ക് ക്വാർട്ടേഴ്സിലേക്ക് വരാൻ അറിയില്ല, അതുകൊണ്ട് അവിടെ കാത്തു നിൽക്കണം. ശനിയാഴ്ച രാവിലെ ഒരിക്കൽ കൂടി ജിമ്മി വീടിൻ്റെ അവിടെ പോയി. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി. ചെറിയ കാര്യമാണെന്ന് പറഞ്ഞാലും വേണ്ടതെല്ലാം ഒരുക്കണമല്ലോ, മുൻപരിചയം ഇല്ലല്ലോ താനും. തിരിച്ചു വന്ന ശേഷം അമ്മയും മകനും പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളിൽ മുഴുകി ഇരുന്നു. സമയം ഉച്ചയാകാനാകുന്നു. അപ്പോഴേക്കും ആരൊക്കെയോ അങ്ങോട്ട് വരുന്നതിൻ്റെ ഒച്ച കേട്ടു. ഉച്ചയാകുന്നതിന് മുൻപ് വീട്ടിൽ കയറി താമസത്തിൻ്റെ ഒരുക്കങ്ങൾ എത്രടം വരെ എത്തി എന്ന വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാറാമ്മ ചേട്ടത്തിയും ബേബിയും സിൽവിയും കൂടി ക്വാർട്ടേഴ്സിലേക്ക് വരുന്നതാണ്. അവർ വരുന്നതിന് തൊട്ട് മുൻപ് ജിമ്മി പള്ളിയിൽ അച്ഛനെ കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. വെഞ്ചിരിപ്പിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണം. മറന്നുപോയാലോ? നാളെ ഞായറാഴ്ചയും കൂടിയാണല്ലോ. പിന്നെ വീടിൻ്റെ അങ്ങോട്ട് അച്ഛനും കപ്പ്യാർക്കും വരുന്നതിനുള്ള വാഹനം അറേഞ്ച് ചെയ്യുന്ന കാര്യം ചോദിക്കാനും വേണ്ടിയാണ് പോയത്. അച്ഛന് സ്വന്തം വണ്ടിയില്ല. എപ്പോൾ വണ്ടിക്കാരൻ ചെല്ലണം എന്നറിയണമല്ലോ. പള്ളിയിൽ പോയി മടങ്ങി വരുന്ന വഴി സുലുവിനെയും കൂടി കൂട്ടിയിട്ടേ വരികയുള്ളൂ എന്ന് അന്നമ്മ ചേട്ടത്തിയോട് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. കയറി വാ സാറാമ്മേ. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുപോയി അങ്ങോട്ട്. എന്നാൽ ഉള്ള സ്ഥലത്തൊക്കെ അങ്ങോട്ട് ഇരിക്കേ. ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് 4-5 കസേരകളും ഈ 2 കട്ടിലുകളും മാത്രമാണ്. ഏതായാലും കയറി വന്ന് കസേരകളിൽ ഇരിക്കുക. ഇപ്പോൾ വരുന്നവർക്കിരിക്കാൻ മാത്രം കസേരകളുണ്ട്. സാധനങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞോ? മറ്റെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാൻ പറഞ്ഞു വിട്ടതാണ് ഞങ്ങളെ. അങ്ങേർക്ക് കടയിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോയി. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യക്കുറവ് ഒരു പ്രശ്നമേ അല്ല. അതുപോലെ സൗകര്യക്കുറവുകളൊക്കെ അനുഭവിച്ചു വന്നവരാണ് ഞങ്ങളും. ഈ സിൽവി കൊച്ച് എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞങ്ങളോട് വല്ല പിണക്കവുമാണോ കൊച്ചേ? അല്ലെങ്കിൽ മിണ്ടേണ്ടതല്ലായിരുന്നോ സാറാമ്മേ? അതേ, നീ മുട്ടൻ പിണക്കമാണെനിക്ക്. പിണങ്ങാൻ പറ്റിയ ഒരു അമ്മച്ചിയാണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളത്.
പിന്നെ എങ്ങനെയാ പിണങ്ങാതിരിക്കാൻ കഴിയുക? എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ അമ്മച്ചി. എനിക്ക് അമ്മച്ചിയോട് പിണങ്ങാൻ പറ്റുമോ? പറഞ്ഞേ. നീ പിണങ്ങില്ല എന്ന് എനിക്കറിയാം മോളെ. എന്നാലും നീ എന്തെങ്കിലും പറയാതെ നിൽക്കുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ടാണ് നിന്നോട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നീ മറുപടി പറയും എന്നെനിക്കറിയാമായിരുന്നു. സിൽവിയുടെ കണ്ണുകൾ മുറിയിൽ ഒരാളെ തിരയുന്നത് അന്നമ്മ ചേടത്തിക്ക് വ്യക്തമായി മനസ്സിലായി. അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ചേടത്തി അങ്ങ് പറഞ്ഞു, അവൻ പള്ളിയിലേക്ക് പോയതാ മോളെ, അച്ഛനോട് നാളത്തെ കാര്യം ഓർമ്മിപ്പിക്കാൻ. തിരിച്ചു വരുമ്പോൾ സുലുവിനെയും കൂട്ടിയേ വരൂ. അവൾ നേരത്തെ വരും. സുലുവിനെ സിൽവിക്ക് മനസ്സിലായോ? നെല്ലിമറ്റത്തെ സോജൻ്റെ മകൾ, ഈയിടെ മരിച്ചുപോയ എൻ്റെ ആങ്ങളയുടെ മകൻ്റെ മകൾ. ഇവർ തമ്മിൽ വലിയ കൂട്ടാണ്. സുലുവിൻ്റെ കാര്യം അന്നൊരിക്കൽ സാറ് പറഞ്ഞിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അവിടെ ചെന്നാൽ ആകെ വർത്തമാനം പറയുന്ന ഒരാളുള്ളത് സുലുവാണ് എന്ന് പറഞ്ഞതായാണ് എൻ്റെ ഓർമ്മ. അതുതന്നെ, ആ ആളാണ് ഇപ്പോൾ വരുന്നത്. വീടിൻ്റെ പാലുകാച്ചലിന് ഒരു ദിവസം മുമ്പ് തന്നെ വന്ന് എല്ലാത്തിനും സഹകരിക്കാൻ അവളാണ് മുന്നിട്ടിറങ്ങി വരുന്നത്. നിങ്ങളിരുന്ന് വർത്തമാനം പറയൂ, ഞാൻ നിങ്ങൾക്ക് കാപ്പി എടുക്കട്ടെ. ക്വാർട്ടേഴ്സിൽ നിന്നും ഇനി കാപ്പി തരാൻ പറ്റില്ല. അമ്മച്ചി അവിടെ ഇരുന്നു. കാപ്പി എടുക്കേണ്ടപ്പോൾ ഞാൻ പോയി കാപ്പി എടുത്തുകൊണ്ട് വന്ന് തന്നുകൊള്ളാം. എനിക്കറിയാത്തതല്ലല്ലോ ഇവിടുത്തെ അടുക്കള. അന്നമ്മ ചേടത്തിക്ക് സന്തോഷവും അത്ഭുതവും ഒരേ സമയം ഉണ്ടായി. ഏതായാലും നല്ല മരുമകൾ തന്നെ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയം മൗനമായി ഇരുന്നു പോയി ആ ചേടത്തി. അപ്പോഴേക്കും ജിമ്മിയുടെ വർത്തമാനം കേൾക്കാൻ തുടങ്ങി. പാപ്പനും മകളും കൂടി വരുന്നതാണ്. അകലെ നിന്നേ മനസ്സിലായി രണ്ടുപേരും കൂടി വരുന്നുണ്ടെന്ന്. അവർ വരുന്നത് കണ്ടപ്പോഴേ സാറാമ്മ ചേടത്തിയും ബേബിയും സിൽവിയും പോകാൻ എഴുന്നേറ്റു. ചേടത്തി സമ്മതിച്ചില്ല. പുതിയ ഒരാൾ വരുമ്പോൾ ഉള്ളവർ പോകണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ? നിങ്ങൾ പോകാൻ വരട്ടെ, അവരിങ്ങ് വരട്ടെ, എന്നിട്ട് അവളെ പരിചയപ്പെട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകാം. സിൽവിയെ, അമ്മച്ചിയോട് പറ അവിടെ ഇരിക്കാൻ. ചെന്നിട്ടിപ്പോൾ തിരക്ക് പണിയൊന്നുമില്ലല്ലോ. ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയാൻ മേലേ. കുറച്ച് സമയം ഇവിടെ ഇരിക്ക്, വർത്തമാനം പറയാം. നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വന്നിരുന്ന് വർത്തമാനം പറയാൻ നമുക്ക് സമയം കിട്ടുമോ? അതുകൊണ്ട് ആകെ കിട്ടുന്ന ഇന്നുകൂടി നമുക്ക് രണ്ടുപേർക്കും പരമാവധി സംസാരിക്കാം. ജിമ്മിയും സുലുവും മുറ്റത്തേക്ക് കയറി. സുലുവിന് ഇവരെ ആരെയും പിടികിട്ടിയില്ല. അവൾ പാപ്പനെ നോക്കി. അതുകൊണ്ട് ജിമ്മി തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഇത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ഉടമയുടെ വീട്ടിലെ ആളുകളാണ്. അവരുടെ വീട്ടുപേര് പടവിൽ. അമ്മയുടെ പേര് സാറാമ്മ. ആ നിൽക്കുന്നത് സിൽവി, കൂടെയുള്ള കുട്ടി ബേബി. ഒരാൾ കൂടിയുള്ളത് അപ്പച്ചൻ ചേട്ടനാണ്. ആ കടയിലിരിക്കുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ആൾ. സുലു സിൽവിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു, സ്വന്തം ആളിനോട് ചേർന്ന് നിൽക്കും പോലെ. ചേച്ചിയുടെ കാര്യം പാപ്പൻ എന്നോട് പറഞ്ഞിരുന്നു. ചേച്ചി എന്നല്ലല്ലോ, കുഞ്ഞമ്മ എന്നല്ലേ ഞാൻ വിളിക്കേണ്ടത്? സിൽവി ആകെ അങ്ങ് ചൂളിപ്പോയി. തന്നെ വിളിക്കേണ്ടത് കുഞ്ഞമ്മ എന്നൊക്കെ പറയുമ്പോൾ അവൾ എങ്ങനെ ചൂളാതിരിക്കും? സിൽവിയും സുലുവും പെട്ടെന്ന് കൂട്ടായി. രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് കയറി. എല്ലാവർക്കും കാപ്പിയിട്ട് ചെറുകടികളുമായി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും സാറാമ്മ തലേ ദിവസം പറഞ്ഞ കാര്യത്തിൻ്റെ തീരുമാനം അന്നമ്മച്ചേടത്തിയോട് പറഞ്ഞിരുന്നു. അത് പറയാനായി വന്നതല്ല, എന്നാലും അങ്ങ് പറഞ്ഞുപോയി. മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്ന് പറയാൻ അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞതായി അറിയിച്ചു.
അപ്പോഴേക്കും പെണ്ണിൻ്റെ ജോലിയും സ്ഥിരപ്പെട്ട് കിട്ടും. സുലുവാണെങ്കിൽ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സിൽവിയാണെങ്കിൽ സംസാരത്തിൻ്റെ കാര്യത്തിൽ മിതത്വം പാലിക്കുന്നയാളാണ്. ഒരു കാര്യത്തിലും കൂടുതലായി സംസാരിക്കില്ല. അതുപോലെ തന്നെ ഒരു കാര്യത്തിലും കയറി അഭിപ്രായം പറയുകയും ഇല്ല. ആകെ മൊത്തം മിതത്വത്തിൻ്റെ ആളാണ് സിൽവി. എന്നാൽ സുലുവിൻ്റെ സ്വഭാവം നേരെ തിരിച്ചാണ്. ചാടിക്കയറി അങ്ങോട്ട് അഭിപ്രായം പറയും, ആരോടും കയറി സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ആർക്കും ഒരു പരിഭവവും തോന്നാത്ത രീതിയിലാണ് സംസാരം എന്നതാണ് അവളുടെ കഴിവ്. അതുകൊണ്ടെന്താ, അവളെ ആരും പെട്ടെന്ന് ഇഷ്ടപ്പെടും. എല്ലാവരും വട്ടത്തിലിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാപ്പി കുടിച്ചു. അതിനിടയിൽ സാറാമ്മയും സുലുവിനെ പരിചയപ്പെട്ടു. അതിനുശേഷം പടവിൽക്കാർ തിരിച്ചുപോയി. ജിമ്മിപ്പാപ്പ, വീട്ടിലേക്ക് ഇനി എന്തെങ്കിലും സാധനങ്ങൾ എത്തിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ മറ്റോ ഉണ്ടോ? ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം സഹായിക്കാൻ ഞാനും ഉണ്ട്. നാളെ വൈകുന്നേരം വരെ ഏത് കാര്യവും എപ്പോൾ വേണമെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാണ് ചാച്ചൻ എന്നെ പറഞ്ഞു വിട്ടത്. അത് പ്രത്യേകിച്ചും അമ്മച്ചിക്കൊരു സഹായമായി എപ്പോഴും കൂടെ വേണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അമ്മച്ചിയുടെ കൂടെ ഉണ്ടാവും. പോരെ, അങ്ങനെ ഒരാൾ കൂടെയുണ്ടെങ്കിൽ ഏത് കാര്യത്തിനും പെട്ടെന്ന് നീക്കുപോക്കുണ്ടാവില്ലേ? എല്ലാം ഭംഗിയായി നടന്നാൽ മതിയായിരുന്നു, അല്ലേ? പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങളൊന്നും ഉണ്ടാകാനില്ല. എന്നാലും ചിലപ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറില്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 52-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. സുലുവിൻ്റെ വരവും സിൽവിയുമായുള്ള അടുപ്പവും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുമോ? വീടിൻ്റെ വെഞ്ചിരിപ്പും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പുതിയ സംഭവങ്ങളും നമ്മെ കാത്തിരിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഭാഗവുമായി വീണ്ടും മറ്റന്നാൾ കാണാം. എല്ലാവർക്കും നന്ദി.